നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊച്ചി കിഴക്കമ്പലത്ത് നാടകീയമായ ചില സംഭവ വികാസങ്ങൾ അരങ്ങേറിയിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ ഭാര്യ ഭർത്താവിനെതിരെ കോടതിയിലെത്തിയിരിക്കുകയാണ്. പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്താണ് സംഭവമെന്ന് വിശദമായി നോക്കാം. സ്കൂട്ടർ അശ്രദ്ധമായി ഓടിച്ച് അപകടമുണ്ടാക്കി എന്ന പരാതിയുമായിട്ടാണ് ഭർത്താവിനെതിരെ ഭാര്യ കോടതിയിലെത്തിയിരിക്കുന്നത്. വെങ്ങോല അറയ്ക്കപ്പടി സ്വദേശിയായ ഭാര്യയാണ് ഭർത്താവിനെതിരെ കോടതിയെ സമീപിച്ചത്. സ്വകാര്യ പരാതി സമർപ്പിക്കുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുന്നത്തുനാട് പോലീസ് ഭർത്താവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 16-നാണ് സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. രാത്രി 9:30-യോടെ ഭർത്താവ് ഓടിച്ച് സ്കൂട്ടറിന്റെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്നു ഭാര്യ. ഇതിനിടയിൽ അപകടമുണ്ടായി. ചീനക്കുഴി റബ്ബർ പാർക്ക് റോഡിലെ ATM കൗണ്ടറിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. വേഗത്തടയിലെത്തിയപ്പോൾ അമിത വേഗത്തിലും അശ്രദ്ധയോടെയും ഭർത്താവ് വാഹനം ഓടിച്ചുവെന്നാണ് ഭാര്യയുടെ ആരോപണം. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് താൻ റോഡിലേക്ക് തെറിച്ചു വീണെന്നും ഭാര്യ പരാതിപ്പെട്ടിരിക്കുന്നു. ഈ അപകടം നിസാര അപകടമല്ല ഉണ്ടായത്. അപകടത്തിൽ ഭാര്യയുടെ മുഖത്തും പുരികത്തിനും ഗുരുതര പരിക്കാണ് ഏറ്റത്. സംഭവത്തിൽ കോലഞ്ചേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസെടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു അപകടം സംഭവിച്ചു, തനിക്ക് വലിയ ഗുരുതരമായ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ഭാര്യ കോടതിയിൽ ഭർത്താവിനെതിരെ പരാതിയുമായി വന്നിരിക്കുന്നത്. സംഭവത്തിൽ കോലഞ്ചേരി ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്വകാര്യ പരാതി സ്വീകരിച്ച് അന്വേഷണത്തിനായി കുന്നത്തുനാട് പോലീസിന് കൈമാറിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. എന്തായാലും അസാധാരണമായ ഒരു കേസായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അസാധാരണമായ കേസാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂട്ടർ അശ്രദ്ധമായി ഓടിച്ച് ഭർത്താവ് അപകടമുണ്ടാക്കിയെന്ന് ആരോപിച്ചാണ് സൈനബ എന്ന 47-കാരി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഭർത്താവ് യൂസഫിനെതിരെ പോലീസ് ക്രിമിനൽ കേസ് എടുക്കുകയും ചെയ്തു. എന്തായാലും അസാധാരണമായ ഒരു കേസായിട്ട് തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. ഭർത്താവിനെതിരെ ഭാര്യ തന്നെ പരാതി കൊടുത്തിരിക്കുന്ന സാഹചര്യം. ഇനി നമ്മൾ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. കഴിഞ്ഞ ദിവസം കണ്ണൂരുണ്ടായ അപകടം, അതായത് നടു റോഡിൽ 5 യുവാക്കൾക്ക് ജീവൻ നഷ്ടമായ അപകടമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയൊരു നോവായി മാറുകയാണ് ഈ 5 പേരും ചേർന്ന് വാഹനത്തിനുള്ളിൽ നിന്നെടുത്ത സെൽഫി. പുറപ്പെടുന്നതിന് മുമ്പ് 5 പേരും ചേർന്ന് സെൽഫി എടുത്ത് അഴീക്കോട്ടെ ഷാനിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുത്തിരുന്നു. വിവാഹം അടിച്ചു പൊളിക്കുന്നതിനായി ഞങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു എന്നായിരുന്നു ആ ചിത്രം അയച്ചുകൊണ്ട് ഇവർ പറഞ്ഞത്. അവസാന ചിത്രമായി മാറി നോവായി മാറിയിരിക്കുകയാണ്. ആ ചിത്രം കാണുന്നവർക്കൊക്കെ അതൊരു വലിയ വിങ്ങലായി മാറുകയാണ്. യാത്ര തിരിക്കുന്നതിന് മുമ്പാണ് കാറിനുള്ളിൽ വെച്ച് സെൽഫി എടുത്തത്. ഉത്തർപ്രദേശ് സ്വദേശി പരം ഛേത്രിയുടേതാണ് ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള കാറ്. ഇന്ന് നടക്കുന്ന വിവാഹ പരിപാടിയിൽ അണിയുന്നതിനുള്ള വസ്ത്രങ്ങളും ബംഗളൂരിൽ നിന്ന് സംഘം വാങ്ങി വിവാഹ വസ്ത്രങ്ങളുമായിട്ടാണ് ഇവർ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചത്. കാറിൽ കരുതി ഈ കാറിൽ തന്നെ ആ വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് അവർ വീട്ടിലേക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. ഷാനിന്റെ വീട്ടിലേക്ക് എത്താൻ 20 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് അപകടമുണ്ടായത്. ഇവരെ സ്വീകരിക്കാൻ കാത്തിരുന്ന ബന്ധുക്കളെ തേടി എത്തിയത് ഇവരുടെ മരണ വാർത്ത വളരെ വേദനാജനകമായ സന്ദർഭമാണ്. അതേസമയം യുവ എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ സഞ്ചരിച്ചിരുന്ന കാർ കുംഭം ജംഗ്ഷനിൽ മരത്തിലിടിച്ച് തകരുമ്പോൾ വലിയ രീതിയിലുള്ള ശബ്ദം കേട്ടാണ് തൊട്ടടുത്ത കടയുടെ 2-ാം നിലയിലിരുന്ന് ടിവിയിൽ ഫുട്ബോൾ ലോകകപ്പ് കാണാൻ കാത്തിരുന്ന യുവാക്കൾ ഓടിയെത്തിയത്. തൊട്ടടുത്ത വീട്ടിലുള്ളവരും ശബ്ദം കേട്ട് ഇവിടേക്ക് ഓടിയെത്തുകയുണ്ടായി. ഇവരാണ് പോലീസിനെ അഗ്നിരക്ഷാ സേനയും വിവരം അറിയിച്ചത്. ശബ്ദം കേട്ടാണ് ഓടിയെത്തിയതെന്നും കാർ മരത്തിൽ ഇടിച്ച് പുകയുന്നതാണ് കണ്ടതെന്നും വീട്ടിൽ നിന്ന് ഹോസ് വഴി വെള്ളം എടുത്താണ് പുക അണച്ചതെന്നും നാട്ടുകാരിൽ ഒരാൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇടിയുടെ ആഘാതത്തിൽ ചിതറിയ വാഹനത്തിന്റെ ഭാഗങ്ങൾ സമീപത്തെ വീട്ടുപറമ്പിലേക്ക് തെറിച്ചു വീണു. മരത്തിലിടിച്ച് കാർ തകർന്ന് റോഡിലേക്ക് വീണു. പിൻസീറ്റിലുള്ളവരെയാണ് ആദ്യം പുറത്തെത്തിച്ചത്. തുടർന്ന് ഫയർഫോഴ്സ് എത്തി കാർ റോഡരികിലേക്ക് മാറ്റി. തുടർന്ന് അഗ്നിരക്ഷാ സേന എത്തി കാർ വെട്ടിപ്പൊളിച്ചാണ് മറ്റുള്ളവരെ പുറത്തേക്ക് എത്തിച്ചത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് എതിരെ വന്ന ഒരു കാറാണ് ഈ അപകടത്തിലേക്ക് കാരണമായതെന്ന ഒരു വിവരവും കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാറാണ് എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത് റോഡിൽ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ആ റിപ്പോർട്ട് കൂടി വിശദമായി നമുക്ക് നോക്കാം. സംഭവത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാർ എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന കാറ് ലൈറ്റ് ഡിപ്പ് ചെയ്തില്ല. ഇതോടെ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ കാർ ഓടിച്ചിരുന്ന പരം ഛേത്രിയുടെ കാഴ്ച മങ്ങി. അപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് മരത്തിൽ ഇടിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപകടമുണ്ടാക്കിയ കാർ കടന്നു കളഞ്ഞു. ആ കാറിനായുള്ള തിരച്ചിൽ നടക്കുകയാണ്.
എതിരെ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയ കാറിന്റെ ലൈറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിരുന്നുവെങ്കിൽ റോഡിൽ ഇവരുടെ ജീവൻ പൊലിയില്ലായിരുന്നു എന്ന വേദന മാത്രം ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11:30യോടെയാണ് കുംഭം കവലയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് കണ്ണൂർ അഴീക്കോട് സ്വദേശി ഷാൻ സിറാജ് 22 വയസ്സ്, കാഞ്ഞങ്ങാട് സ്വദേശി മുഹമ്മദ് റിസ്വാൻ 22 വയസ്സ്, തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപ് 21 വയസ്സ്, UP-യിൽ നിന്നുള്ള പരം ഛേത്രി 22 വയസ്സ്, ഹൈദരാബാദ് സ്വദേശി സാദുരി ഹർഷവർദ്ധൻ എന്നിവർ മരിച്ചത്. ചില മാസങ്ങൾക്ക് മുൻപ് ബംഗളൂരു യലഹങ്ക VSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരായിരുന്നു ഈ 5 പേരും. ഷാനിന്റെ പിതൃ സഹോദരന്റെ മകളുടെ വിവാഹത്തിനായി വെള്ളിയാഴ്ച ഉച്ചയോടെ ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഈ 5 പേർ. ആഘോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചവരാണ് വീട്ടിലെത്താൻ അരമണിക്കൂർ ബാക്കി നിൽക്കെ അപകടത്തിൽ മരിച്ചത്. എന്തായാലും ഇവരുടെ അപകട മരണത്തെ തുടർന്ന് ഇന്നലെ നടക്കാനിരുന്ന വിവാഹം മാറ്റിവെക്കുകയുണ്ടായി. ബംഗളൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഈയിടെ ജോലി നേടിയ ഷാൻ അഴീക്കോട് കോളനി ഗേറ്റ് ചക്കരപ്പാറ റോഡിൽ മന്നത്ത് വീട്ടിൽ KP സിറാജിന്റെയും മാളിയേക്കൽ ഷംനയുടെയും മകനാണ്. എന്തായാലും അന്വേഷണ സംഘം നിർണായകമായ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന വാഹന ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരുന്നതാണ് കാഴ്ച മങ്ങി വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത്. 5 ജീവനുകളാണ് പൊലിഞ്ഞത്. എന്തായാലും മോട്ടോർ വാഹന നിയമപ്രകാരം എതിരെ വാഹനം വരുമ്പോൾ ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 21 അനുസരിച്ചുള്ള കുറ്റമാണ്. ഡ്രൈവറുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റകൃത്യമാണത്. പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. അപകടമുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ശിക്ഷയെ നേരിടേണ്ടി വരും. അതുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നവർ ഈ ചെറിയ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും പലപ്പോഴും പലരുടെയും ജീവൻ എടുക്കുന്നത് എന്നത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. അനാവശ്യമായ ഓവർടേക്കിംഗ് മോട്ടോർ വാഹന നിയമം പ്രകാരം കുറ്റമാണ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, പിഴയും ഈടാക്കും. ഇതും അപകടത്തിലേക്ക് നയിച്ചാൽ അത് പ്രകാരമുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഒരു കാറാണ് 5 പേരുടെ, ഒരു കാറുകാരനാണ് 5 പേരുടെ ജീവൻ എടുത്തതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആ കാറ് കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തും, ഭക്ഷണം തയ്യാറാക്കി വയ്ക്കണമെന്ന് ഉപ്പയോട് വിളിച്ചു പറഞ്ഞാണ് മുഹമ്മദ് റിസ്വാൻ അവസാനമായി ഫോൺ വെച്ചത്. രാത്രി 11-നാണ് പിതാവ് B ബഷീറിനെ വിളിച്ച് റിസ്വാൻ കൂട്ടുകാരോടൊപ്പം നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം അറിയിച്ചത്. കോൾ കട്ട് ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ അപകടം. കാറിലാണ് വരുന്നതെന്നറിഞ്ഞ് വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണമെന്ന നിർദ്ദേശം സ്വാഭാവികമായിട്ടും വീട്ടുകാർ നൽകും. അത്തരത്തിലൊരു നിർദ്ദേശം അത് ഈ കുട്ടികൾക്ക് നൽകിയിരുന്നു. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കണ്ണൂരിൽ ഇന്ന് നടക്കുന്ന ഷാൻ സിറാജിന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിരുന്നു കൂട്ടുകാരോടൊപ്പം റിസ്വാനും പുറപ്പെട്ടത്. എന്തായാലും ആ വിവാഹ പന്തലിലേക്ക് അല്ലെങ്കിൽ വിവാഹ വീട്ടിലേക്കും വളരെ ഇടുത്തി പോലെയാണ് ഈ വാർത്ത വന്നു വീണത്. ഷാൻ സിറാജിനെ വീട്ടിലാക്കി കാഞ്ഞങ്ങാട് അരയിലെ വീട്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം വരുമെന്നായിരുന്നു റിസ്വാൻ പിതാവിനോട് പറഞ്ഞത്. മകനെയും കൂട്ടുകാരെയും സ്വീകരിക്കാൻ വീട്ടിൽ ഏർപ്പാടുകളും ബഷീർ ചെയ്തിരുന്നു. പക്ഷേ മറ്റൊന്നായിരുന്നു സംഭവിച്ചത്. ഇവിടെ നിന്ന് ഞായറാഴ്ച കണ്ണൂരിലേക്ക് വിവാഹത്തിലേക്ക് പോവുക, വിവാഹത്തിന് പങ്കെടുക്കാൻ പോവുക എന്ന പ്ലാനായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി മകൻ്റെ മരണ വാർത്ത, മകൻ്റെ മാത്രമല്ല കൂടെയുള്ളവരെ മരണ വാർത്തയാണ് ബഷീറിനെയും തേടിയെത്തിയത്. വളരെ വേദനാജനകമായ സംഭവം. അപകടം നടന്ന ശേഷം അവസാനമായി തിരിച്ചറിഞ്ഞത് റിസ്വാനെയായിരുന്നു. 3:30-ക്കാണ് പോലീസ് ബഷീറിനെ വിളിച്ച് മകൻ അപകടത്തിൽ പരിക്കേറ്റെന്നും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വരണമെന്നും പറഞ്ഞത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ ബഷീർ കണ്ണൂരിലേക്ക് തിരിച്ചു. പിന്നാലെ നാട്ടുകാരനായ ജലീലും ഉണ്ടായിരുന്നു. കണ്ണൂരിലെത്തിയ ശേഷമാണ് മകന്റെ മരണ വാർത്ത ബഷീർ അറിഞ്ഞത്. 2 ആഴ്ച മുൻപാണ് വീട്ടിൽ നിന്ന് റിസ്വാൻ ബംഗളൂരിലെത്തിയത്. 2 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടിയാണ് ബംഗളൂരു യലഹങ്കയിലെ VSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോയത്. എന്തായാലും വളരെ വേദനാജനകം. 5 വീടുകളാണ് ദുഃഖത്തിലാണ്ടിരിക്കുന്നത്. 5 വീടുകളിലെ കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്.